നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ചൊവ്വാഴ്ച 1479 പുതിയ കോവിഡ് രോഗികളും 920 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് രോഗികളുടെ എണ്ണം 4,76,882 ആകെ രോഗമുക്തരുടെ എണ്ണം 4,58,048 ആയി. 12 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 7,703 ആയി. UAE-ൽ 2,267 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2,202 പേർ സുഖം പ്രാപിക്കുകയും 4 പേർ മരണപ്പെടുകയും ചെയ്തു. പുതുതായി നടത്തിയ 2,74,675 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6,16,160 പേർക്ക് UAE-ൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,95,086 പേർ രോഗമുക്തരാവുകയും 1,767 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 19,307 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. കുവൈറ്റിൽ പുതിയ കോവിഡ് കേസുകളും കോവിഡ് മരണവും കൂടിയ നിലയിൽ തന്നെ. പ്രതിസന്ധി ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും കൂടിയ പ്രതിദിന കേസ് നിരക്കാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ചൊവ്വാഴ്ച 1962 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1,604 പേർ രോഗമുക്തരായി. ഇതുവരെ രാജ്യത്ത് 3,42,929 പേർക്കാണ് വൈറസ് ബാധിച്ചത്. 3,22,987 പേർ രോഗമുക്തി നേടി. 11 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 1,788 ആയി. 13,869 പേർക്ക് കൂടിയാണ് പരിശോധന നടത്തിയത്. ഒമാനിൽ കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നു. പ്രതിദിന മരണനിരക്ക് പുതിയ ഉയരത്തിലെത്തിയതിനൊപ്പം ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണവും ആശങ്ക ജനിപ്പിക്കും വിധം വർദ്ധിക്കുകയാണ്. 41 പേരാണ് 24 മണിക്കൂറിനുള്ളിൽ മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച അറിയിച്ചു. 2,782 പേരാണ് ഇതുവരെ മരിച്ചത്. 2,037 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2,82,609 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരിൽ 99.1% പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർ. കുത്തിവയ്പ് എടുത്തവർക്കും കൊറോണ വൈറസ് ബാധിക്കുന്നുണ്ടെങ്കിലും മരണത്തിലേക്ക് എത്തുന്ന ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സമീപ ദിവസങ്ങളിൽ മരണനിരക്ക് കൂടുതലാണ്. തിങ്കളാഴ്ച വരെ 1,877 പേരാണ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് നിയന്ത്രണത്തിനായി ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഖത്തറിൽ 277 പേർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം അധികൃതർ നടപടിയെടുത്തു. നിയമലംഘകരെ പിടികൂടാൻ ശക്തമായ പരിശോധനയാണ് മന്ത്രാലയം നടത്തിവരുന്നത്. കഴിഞ്ഞ ദിവസം പിടിയിലായ 277 പേരിൽ 271 പേരും പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തതിനാണ് നടപടി നേരിട്ടത്. സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കാത്തതിന് 5 പേർക്കെതിരെ നടപടിയെടുത്തു. വാഹനത്തിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്തതാണ് ഒരാൾ പിടിയിലായത്. വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള സംവിധാനം ദുബായിൽ നടപ്പാക്കും. വാക്സിൻ എടുത്തവർക്ക് മാത്രമായി യാത്ര ചെയ്യാൻ അനുമതി നൽകാൻ പല രാജ്യങ്ങളും തീരുമാനിക്കുന്ന സാഹചര്യത്തിലാണിത്. വാക്സിൻ എടുത്തവരും PCR പരിശോധന നടത്തിയവരും സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം എന്നാണ് ദുബായ് വിമാനത്താവളത്തിലെ നിബന്ധന. എന്നാൽ ഭാവിയിൽ ഇത് വേണ്ടെന്ന് വയ്ക്കും. PCR വാക്സിൻ വിവരങ്ങൾ എമിറേറ്റ്സ് IDയിൽ ലഭ്യമാക്കാനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട നൂതന സംവിധാനം അറബ് ഹെൽത്ത് മേളയിൽ അവതരിപ്പിച്ചു. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും എമിറേറ്റ്സ് എയർലൈനും ചേർന്നാണ് സംവിധാനം ഒരുക്കുന്നത്. നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ബഹ്റൈൻ ഒരാഴ്ച കൂടി നീട്ടി. നേരത്തെ നൽകിയ അറിയിപ്പ് പ്രകാരം നിയന്ത്രണങ്ങൾ വെള്ളിയാഴ്ച അവസാനിപ്പിക്കാനിരിക്കുകയാണ് അധികൃതർ നിയന്ത്രണങ്ങൾ നീട്ടിയിരിക്കുന്നത്. ജൂലൈ 2 വരെയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ അധികൃതർ എത്തിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നിയന്ത്രണങ്ങൾ നീട്ടാനുള്ള നിർദ്ദേശം നൽകിയത്. ചൈനീസ് മരുന്ന് കമ്പനിയായ സിനോഫാമുമായി ചേർന്ന് UAE സ്വന്തമായി വികസിപ്പിച്ച ഹയാത്ത് വാക്സ് എന്ന കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന് തയ്യാറായി. UAE-ലെ താമസക്കാരായ 18 വയസ്സും അതിൽ കൂടുതലുള്ളവർക്ക് ഈ വാക്സിൻ വേണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ COVID-19 UAE ആപ്ലിക്കേഷൻ വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത്. തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ ഉടനെ വിതരണത്തിനെത്തും എന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു. എങ്കിലും ഇത്ര വേഗത്തിൽ ഇത് തയ്യാറാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. കുടുംബാംഗങ്ങൾ, GCC പൗരന്മാർ, പ്രവാസികൾ, UAE പൗരന്മാർ, തൊഴിലാളികൾ എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് ഹയാത്ത് വാക്സ് വിതരണം ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചുവരുന്ന പ്രവാസികൾ മൂന്നാമതൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമേ രാജ്യത്ത് പ്രവേശിക്കാവൂ എന്ന വ്യവസ്ഥയിലെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണിത്. അതേസമയം വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.